സൂപ്പറാണോ അതി? അങ്ങനെ പാൽബണ്ണ്, വട്ടയപ്പം, ഉള്ളിവട. അതോട്ട് ഇറങ്ങി വേടാ. ഇവിടെ വരുമ്പോഴേ ഒരു ബലൂൺ മറ്റേ ഈ പെരുന്നാൾ സ്ഥലത്ത് പോയിട്ടെ ആ ഒരു സ്മെല്ലാ ബലൂണിന്റെ. അല്ലേ? നല്ല രസമല്ലേ കാണാൻ വേണ്ടി. ആ അതെവിടുന്ന് വന്നേ? അത് ഇവിടുന്ന് പോയതാ, കാറ്റടിച്ച് വിട്ടു പോയതാ. അവിടെ പോയി കൂടി കിടക്കുന്നത്. അതെ അതെ അതെ, അതാ ഈ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് തന്നെ അടിച്ചിട്ട് കാറ്റടിച്ചിട്ട് വിട്ടുപോയ സാധനങ്ങളെല്ലാം അവിടെ. എന്താ എന്തിനാ കിടന്ന് കരയുന്നേ? ആദ്യക്കുട്ടനെ വാതിക്ക് വരെ വന്നിട്ട് വിട്ടുപോയി. അവന് ഭയങ്കര പേടിയാണ് കേട്ടോ ബലൂണ്. അകത്തെങ്ങും നമ്മൾ ഇട്ടിട്ട് അവിടെ എങ്ങും നിന്നില്ല. ആശാൻ വിട്ടുപോയി. അവക്കും പേടിയാ, എല്ലാവർക്കും പേടിയാ, പിള്ളേർക്കെല്ലാം പേടിയാണ്. അതെങ്കിൽ നമ്മൾ ആ ഗെയിമൊക്കെ കളിക്കാം, അകത്തിട്ട് തകർക്കാന്നൊക്കെ വിചാരിച്ചാണ്. എന്നതാടി ഇത്? ബർത്ത്ഡേക്കാരി ഇഞ്ച പേടിക്കുന്നേ? കൊച്ചിന്നെ പേടി എന്നാ അന്നമ്മ പേടിക്കുന്നേ? അന്നമ്മക്ക് പേടിയാണോ? ആദ്യക്കൂട്ടാ അകത്ത് കറണ്ട് ഇല്ല, അതുകൊണ്ടാട്ടോ ഞങ്ങൾ വീഡിയോ എടുക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോന്ന്. ഞാൻ പിടിച്ചില്ല ഇന്ന്, വിശക്കുന്നു എനിക്ക്. നീ ഇപ്പം 4 മണിക്ക് കഴിച്ചു, ഞാൻ 2 മണിക്ക് കഴിച്ചു. അപ്പോൾ അതിൻ്റെ വ്യത്യാസമുണ്ട്. നീ നല്ല ഉറക്കം ഉറങ്ങി വെച്ച് കയറുവാ, നമുക്ക് അകത്തോട്ട് പോവാം. വെട്ടമുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, കറണ്ട് ഇല്ലായിരുന്നു. നോക്കാം, പോവാം. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ബാക്കി അവശേഷിപ്പുകൾ. ഇത്രയേ ഉള്ളൂ. ബാക്കി ഒരു 250 ബലൂണോളം ഉണ്ടായിരുന്നു. ഇതിൽ ഇപ്പോൾ ഒരു 100 കാണുമായിരിക്കില്ല ഇവിടെ. ബാക്കി മൊത്തം പൊട്ടി 100 ഉണ്ടോയെന്ന് അറിയത്തില്ല. ബാക്കി മുഴുവൻ പൊട്ടി തീർന്നു കേട്ടോ. കറണ്ട് വന്നോ? ഇതല്ലേ പേടിച്ചു തൂറി ആദിക്ക് പേടിയാണ്. അതുകൊണ്ട് ആദ്യം കുറ്റിയിട്ടോളാൻ പോകുന്നു. ബലൂണ് പേടിയാ. എൻ്റെ പൊന്നെ ആദി, എന്തിനാ പേടിക്കുന്നേ? അല്ല, ഇത് തുറന്ന എന്നെ പേടിയാണോ? കൊച്ചി പേടിയാണോ? പേടിയാണോ? എന്നെ കുറ്റിയിടണോ? അപ്പക്ക് കൈ മേലെ കുറ്റി കയറ്റിട്ട് ഇച്ചിരി കയറ്റിയിട്ടുണ്ട്. ഓക്കെ സമാധാനമായി. ഭയങ്കര പേടി. മമ്മി ഇന്നലെ നിന്ന് അതേ സ്ഥാനത്ത് അതേ നൈറ്റ് മാറിയില്ലല്ലേ? മമ്മി മീൻ വെട്ടുമായിരുന്നല്ലേ? കുളിക്കാനുള്ള വെള്ളമാണോ വെക്കുന്നത്? കുളിവെള്ളമാണോ വെക്കുന്നത്? കുളിവെള്ളം അല്ലേ? കുളിക്കാനുള്ള വെള്ളമല്ലേ ഇത്? പിന്നെ കുടിവെള്ളമല്ലേ, കുളിവെള്ളമാണെന്ന് ചോദിച്ചത്. ബാക്കി മൊത്തം നമ്മൾ അഴിച്ചു മാറ്റി കേട്ടോ. ഫുള്ള് ഒരു എന്താ പറയുക, ഉത്സവപ്പറമ്പിലെ പ്രതീതിയായിരുന്നു. എന്തേ നൈറ്റ് വരാതെ എല്ലാം വന്നല്ലേ? ഉത്സവപ്പറമ്പിലെ ഒരവസ്ഥയായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഭയങ്കര ശാന്തമായ ഒരു അന്തരീക്ഷം. കടി തുറന്നു കഴിഞ്ഞ് കടി കഴിച്ച് കണ്ടിട്ട് എനിക്ക് കടിയോ? എനിക്ക് ആ കടിയല്ലേ, എനിക്ക് കടിയോ? നോക്കട്ടെ ഇതല്ലേ എന്നാ പറയുന്നത്? കടി അൺബോക്സിങ് ഏതൊക്കെ കടികളാന്ന് നോക്കട്ടെ. വാവ് മോനെ, എടുക്ക നോക്കട്ടെ. വട്ടയപ്പം ഉണ്ട്. പാത്രം വേണം അല്ലേ? പാത്രം എടുത്തുണ്ടോ? അന്നക്കുഞ്ഞ് നിക്കറുണ്ടല്ലേ? ഞാൻ പെട്ടെന്ന് തോന്നുന്നു നിക്കറില്ല അന്നക്കുഞ്ഞിന്. ആദ്യക്കുട്ടാ ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ബലൂൺ പേടിയാണോ കൊച്ചിന്? അയ്യോ പേടിയാന്ന്. ഇതാണ്ട് നമ്മുടെ സർപ്രൈസ്, നമ്മുടെ അൺബോക്സിങ്. ഉള്ളിവടയുണ്ട്, മറ്റേ ഇതന്നെ പക്ക ചുക്കപ്പം ഉണ്ട്. പാൽബണ്ണാണോ? പാൽബണ്ണ്, വട്ടയപ്പം, ഉള്ളിവട. പരിപ്പ് മമ്മിക്കാണോ ഉള്ളിവട? അല്ല, മമ്മി പരിപ്പോട ഉള്ളിവട കഴിക്കുക. മമ്മി പിന്നെ പാൽബണ്ണ കഴിക്കും, ഏതെങ്കിലുമൊക്കെ കഴിക്കും മമ്മി. വിഷയമില്ല, എത്ര സാധനമല്ലേ. വട്ടയപ്പം ഉണ്ട്, ഉള്ളിവടയുണ്ട്, പാൽബണ്ണുണ്ട്. അതെ. ഞാൻ പക്ഷെ ഇതിനകത്തൊന്നും ഇന്ന് ഞാൻ എന്തായാലും കഴിക്കും. എടി നമ്മുടെ കേക്ക് എന്തേടി പറഞ്ഞ പോലെ അതെടുക്കുന്നില്ലേ? എടുത്തെങ്കിൽ വയ്യന്നേ. എല്ലാരും ഓരോ സ്പൂണൊക്കെ കഴിക്കും. ഇരുന്ന് കേടായി പോകുന്നേ. ഓപ്പൺ ആക്കി വെച്ചേക്കല്ലേ? അത് ഫ്രിഡ്ജിനകത്ത് ഓപ്പൺ ആക്കിയിരുന്നാ കേടായി പോകുന്നാ പറയുന്നത്.
വാ വരുന്നുണ്ട്. നമ്മള് പീസ് പീസാക്കി എല്ലാവർക്കും മൊത്തം കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഇല്ല ഇച്ചിരിയേ ഉള്ളൂ മീ. ആ പ്ലേറ്റിനകത്ത് ഇച്ചിരിയേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഇന്നത്തെ കേക്കിന്റെ ബാക്കി ഇച്ചിരി ഉള്ളു കേട്ടോ. വാ, പെണ്ണിന് ഒരു കേടുമില്ല തരുമ്പോണ്ടല്ലോ. പെണ്ണിന്റെ ഡിസൈൻ ആണ് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത്. പെണ്ണിന്റെ ഉടുപ്പ് വെൽവെറ്റിന്റെ ഉടുപ്പ് പോലത്തെ ഉടുപ്പാ പെണ്ണിട്ടേക്കുന്നത്. തലമുറയ്ക്ക് കെട്ടിവെച്ച് ഓരോ സ്പൂണും എടുത്താൽ എല്ലാവർക്കും. പാവയുടെ ഡ്രസ്സാ. ആ അതെ, പക്ഷെ അത് ആ കേക്കിന്റെ ആ ഒരു ഇതിന് വേണ്ടിട്ട് കയ്യല ഇതുണ്ടോ, കയ്യല ഇതും കഴുത്തല മാല കാതിൽ കമ്മല് ഇല്ല. എന്തായാലും അനിത ചേച്ചിയുടെ വർക്ക് എന്തായാലും അടിപൊളിയായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഒരു അടിപൊളി വർക്കായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ കേക്കുകൾ വേണമെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം അല്ലേ. ഇതുപോലുള്ള അടിപൊളി വെറൈറ്റി കേക്കുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡീറ്റെയിൽ തരുന്നതായിരിക്കും. എന്തോ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. നിങ്ങളാരും ഒക്കെ നമുക്ക് കമ്മീഷൻ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ടല്ലോ കേട്ടോ നമ്പർ നമ്മൾ അവരോട് ചോദിക്കാതെ അവരുടെ നമ്പർ നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്ത് നമ്മൾ പറഞ്ഞുതരാം എവിടെയുണ്ടെന്നുള്ളത്. കൊച്ചിന് കേക്ക് വേണോ? കേക്ക് വേണോ? മുറിച്ചു തരണോ? ഇതിലേക്ക് പാട്ട് പഠിക്കണ്ട തന്നെ. ഹാപ്പി ബർത്ത്ഡേ ചോദിക്കും. ബർത്ത്ഡേ ടു യു. എടി ആദ്യക്കൂട്ടം കണ്ടോ? ഉണ്ടോ കേക്ക് മുറിക്കുന്നേ? പാട്ട് തന്നെ പാടിക്കൊണ്ട്. അടുത്ത മാസം കൊച്ചിന് ബർത്ത്ഡേ അല്ല, അപ്പൊ നമുക്ക് മുറിക്കാം കേട്ടോ. കേക്ക് കഴിച്ചു. അങ്ങനെ സൂപ്പറാണോ അതി? അങ്ങനെ സൂപ്പറാണോ? അടിപൊളിയാ? എന്നാ കേക്ക് മുറിച്ച് കഴിച്ചു. എല്ലാവർക്കും ഞങ്ങൾക്ക് തരുമോ? ആ അവൻ കഴിച്ചായിരുന്നു. ഇല്ലേ? കഴിച്ചില്ലല്ലേ? മറ്റേ സാധനം തിന്നോണ്ടിരുന്നല്ലേ അവൻ തന്നെ പിടിച്ച് പറഞ്ഞോണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു കൊച്ചിനെ. ആ അതെ അതെ അതെ. അതേ ഉള്ളൂ. അതെ കട്ട് ചെയ്യാം. അതെ അതെ കിട്ടിയില്ലല്ലോ അത്. എന്തോ അങ്ങനെ തണുപ്പായിട്ടാ? അതന്നെ നല്ല തണുപ്പാ. കൊച്ചിനെ അതൊക്കെ മതി. തന്നെ കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ. വേണോന്ന് പറഞ്ഞു. എനിക്ക് വേണമെന്ന് വേണ്ടി കഴിക്കുന്ന സാധനം വെച്ച് എന്നാടാ കൂട്ടു. കൊച്ചു മാത്രമേ ഉള്ളൂ. എനിക്ക് എന്നോട് പറഞ്ഞു മുറിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഹാപ്പി ടു യു പാടുക. ആ അപ്പൊ മുറിക്കാം. ആ പഠിക്കോ. ഹാപ്പി ടു യു. കത്തി തിരിഞ്ഞെന്ന് കഴിക്കുന്നത്. ഹാപ്പി ടു യു. പെണ്ണിനടുത്ത് ഞങ്ങൾ വീണ്ടും ഇവിടെ കുത്തി കേട്ടോ. പെണ്ണ് ചളി പറഞ്ഞു പോയി മൊത്തം. പെണ്ണെടുത്ത് എറിഞ്ഞ് കുത്തി. അതെ